അങ്ങനെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് പ്ലെയർ, സേഫ് ഗെയിമർ, സേഫായിട്ട് പോകുന്നവർ, പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ്. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വാക്ക്, കുത്തിത്തിരിപ്പ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരാൾ വിടാതെ എല്ലാവരും അനീഷാണ് ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ്. സോ നമുക്കത് കുറ്റം പറയാണ്ട് കാര്യമില്ല. എല്ലാവരും പറഞ്ഞത് ആ പേര് തന്നെയാണ്. അതിൽ കുറേ പേര് അതിൻ്റെയൊക്കെ റീസൺസ് പറഞ്ഞത് കൂടിപ്പോയും കുറഞ്ഞു പോയും ലൈറ്റായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും ശരി, അനീഷിനെ മാത്രം. അപ്പോൾ ആദ്യം ആൾക്കാർ അനീഷിൻ്റെ പേര് ഇങ്ങനെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അനീഷിന് നല്ല രീതിയിൽ പ്രൊവോക്ഡ് ആകുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെയല്ല, ഞാനല്ല പ്രശ്നക്കാരൻ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നാടിൻ്റെ പേര് പറഞ്ഞിട്ട് കോർണർ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ നാട് നല്ലതെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ നാട് നല്ലത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളത് മോശം എന്ന് പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ പിന്നെയും അനീഷ് കിടന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ 2-3 പേര് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അനീഷ് മിണ്ടാതിരുന്നു. ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ ഫേസ് ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും അനീഷ് ആകെ വിഷമിച്ച് നല്ല പോലെ നൊന്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരാൾ പോലും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പൂർണ്ണമായിട്ടും അനീഷിന് ബോധ്യപ്പെട്ട ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. അനീഷ് അത്രത്തോളം വേദനയോടെയാണ് എല്ലാവരെയും നോക്കിയത്. മീൻസ് ഒരു കുറ്റം ചെയ്തതുപോലെ, അല്ലെങ്കിൽ തന്നെ ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്ന പോലെ അനീഷ് തല കുനിച്ച് കൂനിയിരിക്കുന്ന, അങ്ങേയറ്റം ഫേസ് ഡള്ളായിരിക്കുന്ന ഒരു അനീഷിനെ നമുക്ക് ഇന്ന് കാണാം. ഈവൻ അനീഷ് ഇനി മാറി നിന്ന് കരയുമോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അമ്മാതിരി എല്ലാവരും അനീഷ് ഒരു കുത്തിത്തിരിപ്പാണ് എന്ന് എല്ലാവരും പറഞ്ഞു. പ്രേക്ഷകർ എങ്ങനെയായിരിക്കും അനീഷിനെ കാണുന്നത് എന്ന രീതിയിലായിരുന്നു ആ മോർണിംഗ് ടാസ്ക്. അപ്പോൾ പ്രേക്ഷകരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അനീഷ് ഇതിനകത്തൊരു കുത്തിത്തിരിപ്പാണ്, ഒരു പാഷാണത്തിൽ വിഷമാണ് എന്നാണ് ഇവിടെ എല്ലാവരും അനീഷിനെ പറഞ്ഞത്. പിന്നെ രണ്ടാമതായിട്ട് സേഫായിട്ട് കളിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പേരും അത് ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും എന്നാൽ കുറ്റപ്പെടുത്തിക്കൊണ്ടും സേഫ് ഗെയിം എന്ന് പറഞ്ഞത് അനുമോളെയാണ്. അനുമോൾ ഭയങ്കര സേഫ് ഗെയിമാണ്, അനുമോൾ ഫേക്ക് ആണെന്നാണ് ഷാരിക എപ്പോഴും പറയാറ്. അനുമോളിൻ്റെ ക്യൂട്ട്നെസ് ഓവർലോഡാണ്, കരച്ചിൽ കാർഡാണ് എന്നൊക്കെയാണ് അനുമോളിനെ കുറിച്ച് പറഞ്ഞത്. അനുമോളിൻ്റെ ഒപ്പം തന്നെ, അതായത് അനുമോളെക്കാട്ടിയും കുറച്ച് കൗണ്ട് കുറവാണെങ്കിലും നെവിനെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നെവിനെ സരിക ഒന്ന് മാറ്റി പറഞ്ഞു ബെസ്റ്റ് ഗെയിമർ എന്ന്. കാരണം നെവിൻ, ശരിക്കും പറഞ്ഞാൽ നെവിൻ്റെ പൊട്ടൻഷ്യൽ കുറച്ച് പേരൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നെവിൻ സേഫ് ഗെയിമാണ്, അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യാത്ത തരത്തിൽ കളിക്കണമെന്ന് തീരുമാനിച്ച് കളിക്കുന്നതാണ്. ടാസ്കിൻ്റെ കാര്യത്തിൽ നെവിൻ കുറച്ചധികം ആക്റ്റീവായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് ഫണ്ണായിട്ട്, അല്ലെങ്കിൽ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യണമെന്ന് മേ ബി ആൾ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കത്തില്ല, ആളുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏതായാലും നെവിൻ ഒരു സേഫ് ഗെയിമറായിട്ടാണ് കൂടുതൽ പേരും കാണുന്നത്. ഏറ്റവും കൂടുതൽ പേരും സേഫ് ഗെയിമറായിട്ട് കാണുന്നത് അനുമോളെയാണ്. ദെൻ അവസാനം കിട്ടിയ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഗെയിമർ. ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് ഗെയിമർ പലരും മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ഗെയിമർ എന്ന കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് ജിസേലിൻ്റെ പേരാണ്. തൊട്ട് താഴെ അപ്പാനി ശരത്തുണ്ട്, അതിനും തൊട്ട് താഴെയായിട്ട് അക്ബറുണ്ട്. ശരിക്കും അക്ബർ, അപ്പാനി, ശരത്ത് രണ്ടുപേരും കൂടെ ഒരു ടീമായിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ഒരു ടീമായിട്ട് നിൽക്കുകയാണ്. അതൊരു ഗ്രൂപ്പിസമാണ് അക്ബറും അപ്പാനിയും. ഇനി ജിസേലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ജിസേലിനെ അനീഷ് പറഞ്ഞ ഒരു കാര്യം എടുത്തു പറയാം. അതായത് ജിസേൽ ഒരു ബെസ്റ്റ് പ്ലെയർ ആണെന്നുള്ളത് അനീഷിനുൾപ്പെടെ കുറച്ച് പേർക്കൊക്കെ ബോധ്യമായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ജിസേലിന് ആരെയും പേടിയില്ല. ഇപ്പോൾ ബിഗ് ബോസിനെ പോലും പേടിയില്ലാത്തത് കൊണ്ടാണ് ജിസേൽ ഈ പറഞ്ഞ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇപ്പോഴും സ്റ്റിൽ ഉപയോഗിക്കുന്നത്. പിന്നെ കിച്ചൺ ടീമിലിട്ടപ്പോൾ ജിസേൽ കിച്ചണിലും നന്നായിട്ട് ആക്റ്റീവ് ആകുന്നുണ്ട്. ടാസ്കിനകത്തും ജിസേൽ നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ റെന ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് ആര്യനും ജിസേലും കളിച്ചപ്പോഴും നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ആര്യനാണ് അതിനകത്ത് നിന്ന് കൂടുതലും കോയിൻസ് ഒക്കെ എടുത്തത്, എങ്കിൽ കൂടിയും ജിസേലും അതിൻ്റെ ടീമായിരുന്നു. അപ്പോൾ ജിസേൽ അങ്ങനെ ഒരു നല്ല പ്ലെയർ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനീഷ് ജിസേലിനെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് നോമിനേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ജിസേൽ ആദ്യമായിട്ടല്ല ബിഗ് ബോസിൽ വരുന്നത്, സോ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ജിസേൽ നല്ല പ്ലെയർ ആണ് എന്നൊരു കാര്യം അത് പ്രേക്ഷകരും മറ്റ് മത്സരാർത്ഥികളും കേൾക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ തോന്നി. അപ്പോൾ ഏകദേശം ഇതായിരുന്നു മോർണിംഗ് ടാസ്കിൽ സംഭവിച്ചത്. പിന്നെ വലിയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഈ പറഞ്ഞ കാര്യം വന്നു. എന്നാൽ അനീഷ് ഉറപ്പായിട്ടും അടുത്ത ഒരു പ്രശ്നം ഉണ്ടാക്കും. കാരണം എല്ലാവരും അനീഷിനെയാണ് പറഞ്ഞത്. അപ്പോൾ ശരി, ഇപ്പോൾ ഈ ഒരു ലൈവ് വിശേഷം, ഈ ഒരു മോർണിംഗ് ടാസ്കിൻ്റെ കാര്യം നിങ്ങളുടെ അഭിപ്രായത്തിൽ അനീഷ് ഒരു വലിയ കുത്തിത്തിരിപ്പാണോ, അതുപോലെ അനുമോൾ ഒരു സേഫ് ഗെയിമർ ആണോ, പിന്നെ ജിസേലാണോ, അക്ബറാണോ, അതുപോലെ അപ്പാനിയാണോ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, അതോ ഇതൊന്നും അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ ബിഗ് ബോസ് വിശേഷങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് കാണുക. പോയിട്ട് വരാം, ബൈ.